ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. നമ്മുടെ ഓണം 2026 നമ്മുടെ CS-ൻ്റെ ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, 4 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റ്, ചാപ്റ്റർ നമ്പർ 2 കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ചാപ്റ്റർ നമ്പർ 3 ഡാറ്റ സ്ട്രക്ചേഴ്സ്, ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി. ഒരുവിധം എല്ലാ സ്കൂളിലും 1, 2, 3 കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 4th ചാപ്റ്ററിലായിരിക്കാം കൊണ്ടുപോകുന്നത്. ചില സ്കൂളുകൾ 4 കംപ്ലീറ്റ് ചെയ്ത് 5th എത്തിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ ഓണം എക്സാമിന് 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ 4ാമത്തെ ചാപ്റ്ററിന് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല, ചിലപ്പം ആദ്യത്തെ കുറച്ച് ഒരു 75% ഉണ്ടാവുള്ളൂ. നമുക്ക് അതിൻ്റെ എല്ലാം വെയിറ്റേജ്, അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് എല്ലാം ഒന്ന് ക്യുക്കായിട്ട് നമുക്ക് കവർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. ഈ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിന്റെ പ്രത്യേകത, 2 പാർട്ടാണ് ഇതിലുള്ളത്. സ്ട്രക്ചർ എന്നുള്ള പാർട്ടുണ്ട്, പോയിന്റേഴ്സ് എന്നുള്ള പാർട്ടുണ്ട്. 2 പാർട്ടുണ്ട്. അപ്പോൾ ഈ 2 പാർട്ടാകുമ്പം ഇതിൽ പഠിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ വെയിറ്റേജ് വരുന്നത്, പബ്ലിക് എക്സാമിന് വരുന്നത് 8 മാർക്കാണ്. എന്നാൽ പബ്ലിക് എക്സാമിൻ്റെ പുറമെ നമ്മുടെ ഓണം എക്സാമിന്, ഓണം 2025 ചോദിച്ചത് 22 മാർക്കിനാണ്. നമ്മുടെ എക്സാം വരുന്നത് 60 മാർക്കിന് തന്നെയാണ്. പക്ഷേ 78 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓർ ക്വസ്റ്റ്യൻ അടക്കം. അപ്പോൾ 22 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ചാപ്റ്റർ. 2 പാർട്ടാട്ടോ. സ്ട്രക്ചേഴ്സ് ഉണ്ട്, പോയിന്റേഴ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് പോയിന്റർ ആൻഡ് അറേ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട് ഓരോന്നും ടോപ്പിക്കായിട്ട് സെറ്റാക്കി ഞങ്ങൾ പഠിപ്പിക്കാം. ടീം എജുപോർട്ട് തയ്യാറാണ്. കൂടെ കൂടിക്കോ, സെറ്റാക്കി നമുക്ക് പഠിക്കാം. യെസ്, അതോടൊപ്പം ചാപ്റ്റർ 2ൻ്റെ കേസിൽ പ്രോഗ്രാമിംഗ് പാരഡിഗമാണ് 2ാമത്തെ ടോപ്പിക്കാണ്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഊപ്പിൻ്റെ കോൺസെപ്റ്റ്സ് ആണ്. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതെല്ലാം തിയറി ആണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. പബ്ലിക്കിന് വരുന്നത് 5 മാർക്കാണ്. എന്നാൽ ഓണം എക്സാമിന് വരുന്നത് 16 മാർക്കാണ്. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 16 മാർക്ക്. പോകാം ചാപ്റ്റർ നമ്പർ 3ൻ്റെ കേസിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഡാറ്റ സ്ട്രക്ചേഴ്സിന് പ്രത്യേകത എന്താ? ഇവിടെ ഒരു 2 അൽഗോരിതം ഉണ്ട്. സ്റ്റാക്കിൻ്റെ ഉള്ളിൽ, ക്യൂവിൻ്റെ ഉള്ളിൽ 2 അൽഗോരിതം ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, സാർ ഇതെല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. ഈ ചാപ്റ്ററിൽ വെയിറ്റേജ് വരുന്നത്, പബ്ലിക്കിന് വരുന്നത് 7 മാർക്ക്, ഓണം എക്സാമിന് വരുന്നത് 22 മാർക്ക്. ഒന്ന് നോക്കടാ. ഈ 3 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ ചാപ്റ്റർ നമ്പർ 1 8 മാർക്ക്, 5 മാർക്ക്, 7 മാർക്ക്, അപ്പോൾ ഇന്ന് 20 മാർക്കായി. പബ്ലിക്കിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഓണം എക്സാം ആണെങ്കിൽ 22, 16, 22 വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. സെറ്റാക്കി ഞാൻ തരാം. കൂടുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും എക്സാമിനോട് അനുബന്ധിച്ച് ലാസ്റ്റിക്ക് വേണ്ട, ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്കൊക്കെ അതിൻ്റേതായ ലെവലിൽ അതിൻ്റേതായ ഓരോ ചാപ്റ്റർ വൈസ് സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2ാം റൗണ്ടിലേക്ക് എത്തി. അപ്പോൾ അതേപോലെ നമ്മുടെ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ കൂടിക്കോ. ലാസ്റ്റ് വൺ ഈസ് ചാപ്റ്റർ നമ്പർ 4. ചാപ്റ്റർ നമ്പർ 4ൻ്റെ കേസിൽ വെബ് ടെക്നോളജിയാണ്. 2 പാർട്ടാണ്. ആദ്യത്തെ തിയറി പാർട്ടാണ്, രണ്ടാമത് HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. അപ്പോൾ HTMLൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താ, അതിൻ്റെ എസെൻഷ്യൽ ടാഗുകൾ എന്തൊക്കെ, കോമൺ ടാഗുകൾ ഏതൊക്കെ, ഇൻസേർട്ടിങ് ഇമേജസ്, ഒരുപാട് കാര്യങ്ങൾ പ്രോബ്ലം ആയിട്ടാണ് വരിക. 5 മാർക്കിൻ്റെ എസ്സേ ആണ് ഇതിൽ വരിക. 5 മാർക്കിൻ്റെ എസ്സേ ആയിട്ടാണ് ഇതിൽ വരിക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പബ്ലിക് എക്സാമിന് വരുന്നത്, പബ്ലിക്കിന് 10 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ്. പക്ഷേ ഓണം എക്സാമിന് കഴിഞ്ഞ വർഷത്തെ 2025 ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഓണം എക്സാമിന് വരുന്നത് 18 മാർക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 78 മാർക്കിൻ്റെ പോരാട്ടം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക, 60 മാർക്കിനാണ് ഉണ്ടാവുക. 60 മാർക്കിനാണ് നമുക്ക് എക്സാം ചെയ്തെങ്കിൽ 78ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 78 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒക്കെ സെറ്റാക്കാം. കംപ്ലീറ്റും 78ഉം കിട്ടുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. നിങ്ങളുടെ റിസൾട്ടൊക്കെ ഉഷാറായിട്ടുണ്ടാവും. അടിപൊളിയാക്കാം. അതുപോലെ +2-ലും മിന്നുന്ന റിസൾട്ട് കിട്ടണം. അതിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് ഫേസ് ആണ് ഓണം എക്സാം. പൊളിക്കാം. നമുക്ക് കൂടെയുണ്ട് എജുപോർട്ട് ടീമാക്കി പഠിക്കാം.